ഹലോ മക്കളെ, ഇന്നത്തെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ പാറ്റേണിൽ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നിങ്ങളെ കൺഫ്യൂസിങ് ആക്കുന്ന, നിങ്ങളെ ടെൻഷൻ ആക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് തന്നെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. മാറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് അതേപോലെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കയ്യിലെടുത്ത് പിടിക്കണം, കാരണം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മെർക്കുറി സെല്ലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സെൽ പൊട്ടൻഷ്യൽ, മെർക്കുറി സെല്ല് മാത്രമല്ല എല്ലാ സെല്ലുകളുടെയും സെൽ പൊട്ടൻഷ്യൽ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് എന്താണ് 1.35 വോൾട്ട് നിങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തത് ഇവിടെ കെമിക്കൽ റിയാക്ഷൻ, ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ്. എപ്പോഴാണ് ഡബിൾ ചെയ്യുന്നത്? ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിങ് കൊളീഷൻ ഫ്രീക്വൻസി ആണ്. നമ്മൾ കൊളീഷൻ തിയറിയിൽ അത് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആ ഇക്വേഷനിൽ കൊളീഷൻ ഫ്രീക്വൻസി വരുന്നുണ്ട്. അപ്പൊ അത് ആ കൊളീഷൻ ഫ്രീക്വൻസി കൂടുന്നത് കൊണ്ടാണ് ആക്ച്വലി റേറ്റ് കൂടുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏത് ഐസോമറിസം ആണ് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ജിയോമെട്രിക്കൽ ഐസോമറിസം ആണ് കാണിക്കുക. പിന്നെ ഇതിൽ ആരാണ് കളർലെസ്, കളർ കാണിക്കാത്തത് ആരാണ്? നമുക്കറിയാം, അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുമ്പോഴാണ് എക്സൈറ്റേഷൻ നടന്ന് കളർ കാണിക്കുക. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് സ്കാൻഡിയം 3+ലാണ് അല്ലെ. സ്കാൻഡിയം 3 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ പിന്നെ ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആൽഡിഹൈഡ്സ് ജനറലി മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൽഡിഹൈഡിനാണ് കീറ്റോണുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് റിയാക്ടിവിറ്റി കൂടുതലുള്ളത്. 2 റീസൺ ആണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ആൽഡിഹൈഡിൽ കീറ്റോണുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്. രണ്ടാമത്തത് അവിടെ പ്ലസ് ഐ എഫക്റ്റ് കുറവാണ് എന്നുള്ളതാണ്. അത് രണ്ടും എന്തിൽ കൂടുതലാണ്? കീറ്റോണിൽ കൂടുതലാണ്. അതുകൊണ്ട് റിയാക്ടിവിറ്റി കീറ്റോണിന് കുറവാണ്. ഇവിടെ തന്നിരിക്കുന്ന റീസണും അത് തന്നെയാണ്. ആൽഡിഹൈഡിൽ പ്ലസ് ഐ ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ, കീറ്റോണിൽ 2 ഉണ്ട്. അതേപോലെ സ്റ്റെറിക് എഫക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അസേർഷൻ ആണ്, കറക്റ്റ് റീസൺ ആണ്, റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ, അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഒരു ചിത്രം വരുന്ന ഒരേ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയേ ഉള്ളൂ. അത് ഓസ്മോട്ടിക് പ്രഷറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോൾവെന്റ് ഒഴുകുന്നത് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിന്റെ സൈഡിലേക്ക്, ദാറ്റ് മീൻസ് റിവേഴ്സ് ഓസ്മോസിസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു അപ്ലിക്കേഷൻ, സാർ അപ്ലിക്കേഷൻ എന്താ? ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ നമുക്ക് പറയാം. ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. ഇവിടെ ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ആക്ച്വലി EMF അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡ്രോ ദ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. അത് ഓർമ്മ നമ്മൾ ഇന്നലെ വരച്ചതാണ് സാറ്. അതായത് കാറ്റലിസ്റ്റ് വരുന്ന സമയത്ത് ആക്ടിവേഷൻ എനർജി കുറയുന്ന ഗ്രാഫ് അല്ലെ. യെസ്. പിന്നെന്താണ്? എക്സ്പ്ലെയിൻ വൈ ട്രാൻസിഷൻ മെറ്റൽസ് എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ കാണിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ N-1d ഓർബിറ്റൽ NS ഓർബിറ്റലിന്റെ എനർജീസ് ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലെ. അപ്പൊ ബോണ്ട് ഫോർമേഷന്റെ സമയത്ത് 2 ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന. നമ്മൾ എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിന്റെ റീസൺ എന്താ, അതിന്റെ കോൺസിക്വൻസ് എന്താ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇന്നലെയും പറഞ്ഞു, ഇന്ന് രാവിലെയും പറഞ്ഞു, എപ്പോഴും പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്, നമ്മുടെ NO2- അതേപോലെ തന്നെ ONO-, ഒക്കെ SCN- ഒക്കെ ആംബിഡെന്റേറ്റ് ആണ്. അതായത് മോണോഡെന്റേറ്റ് ആണ്, ബട്ട് വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ 1 ഡോണർ ആറ്റം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. 2-ബ്രോമോ ബ്യൂട്ടൈനിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എലിമിനേഷൻ നടക്കും. പക്ഷെ ഇവിടെ 2 ബീറ്റ വരുന്നുണ്ട്. 2 ബീറ്റ വരുമ്പോൾ ആരാ മേജർ എന്ന് നമ്മൾ പറയാ? സെയ്റ്റ്സഫ് റൂൾ വെച്ചിട്ടാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
പിന്നെ എക്സ്പ്ലെയിൻ നമ്മുടെ ഫിനോളിലേക്ക് നമ്മൾ ബ്രോമിനേഷൻ നടത്തുന്നതും നൈട്രേഷൻ നടത്തുന്നതും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ 2,4,6 ട്രൈബ്രോമോഫിനോൾ ആണ്. അതേസമയം പൊളാരിറ്റി കുറവുള്ള സോൾവെന്റ് ആണെങ്കിൽ ഓർത്തോബ്രോമോഫിനോളും പാരാബ്രോമോഫിനോളും. നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ പിക്രിക് ആസിഡ് ആണ് കിട്ടുക. ഡൈല്യൂട്ടഡ് ആണെങ്കിൽ ഓർത്തോനൈട്രോയും പാരാനൈട്രോയും ആണ് കിട്ടുക. അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തത് ഇത് പ്രൊപ്പനോയിക് ഇത് എന്താണ് 1 2 അതായത് 2 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡും ഇത് 2 ക്ലോറോ എത്തനോയിക് ആസിഡും ഇത് എത്തനോയിക് ആസിഡും ആണ്. രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലോറിൻ വരുന്ന സ്ഥലത്താണ് അസിഡിറ്റി കൂടുക. കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അസിഡിറ്റി കൂട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടതാണ്. യെസ്, ഇന്നലെ പറഞ്ഞതാ ഇത്. Then how aryl chlorides converted to benzaldehyde, അതായത് നമ്മുടെ അസൈൽ ക്ലോറൈഡിനെ അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്നത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. യെസ് ആസിഡ് ക്ലോറൈഡിനെ അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡിനെ അസറ്റാൽഡിഹൈഡ് ആക്കി മാറ്റുന്നത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. പലേഡിയം വിത്ത് ബേരിയം സൾഫേറ്റ് റെഡ്യൂസ് ചെയ്താൽ മതി. H2O2 ഫ്യൂവൽ സെല്ല് വളരെ എളുപ്പമാണ്. ഡയഗ്രാം ഞാൻ 2 സൈഡിലും പഠിപ്പിച്ചതാണ്. ആനോഡിലൂടെ ഹൈഡ്രജൻ, കാഥോഡിലൂടെ ഓക്സിജൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതിന്റെ എന്താണ് ഫ്യൂവൽ സെല്ല്, അതിന്റെ റിയാക്ഷൻ, അതിന്റെ ഡയഗ്രാം, അതിന്റെ അഡ്വാൻറ്റേജ്. ഇതെപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. അടുത്തത് അറീനിയസ് ഇക്വേഷൻ K is equal to A into ആ ഇക്വേഷൻ എഴുതി അതിന്റെ ടേമുകളൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം. പിന്നെ 1 മാർക്കാണ്, അത് എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ്. log K2/K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 into T2. ഇത് വെർണേഴ്സ് തിയറി, നമ്മൾ വെർണേഴ്സും വാലൻസ് ബോണ്ടും അതേപോലെ ക്രിസ്റ്റൽ ഫീൽഡും ഇതും 3ഉം പഠിക്കണം എന്ന് അറിയാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് ബേസ് ചെയ്ത് ഇതേ ക്വസ്റ്റ്യൻ ഇന്നലെ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. പിന്നെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് തന്നിട്ടുണ്ട്. അതിന്റെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. അതിൽ ആരൊക്കെയാണ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് നമുക്ക് വരക്കാവുന്നതേ ഉള്ളൂ. ഇത് ഈ ഒക്ടായ്ഡൽ കോംപ്ലക്സിൽ സിസ് വരുന്ന ആള് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഉണ്ടാവും. അവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ്, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡ്. ഇത് ഈത്തൈൽ ബ്രോമൈഡിനെ സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടൈന് കിട്ടുന്നത് വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ക്ലോറോഫോമിനെ ഡാർക്ക് ബോട്ടിൽ കീപ്പ് ചെയ്യാൻ കാര്യം, അല്ലെങ്കിൽ അത് സ്ലോലി ലൈറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്ത് ഫോസ്ജീൻ ആയി മാറും എന്നുള്ളത് കൊണ്ടാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സർ. SN1 and SN2 റിയാക്ഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു, ഇന്ന് രാവിലെ ഒക്കെ ഡിസ്കസ്. വളരെ എളുപ്പം. പിന്നെ മക്കളെ എന്താ കൊടുത്തിട്ടുള്ളത്? ക്ലോറോബെൻസീൻ ഫ്രം ബെൻസീൻ ഡയസോണിയം. ബെൻസീൻ ഡയസോണിയം സാൾട്ട് നിന്ന് ക്ലോറോബെൻസീൻ ഉണ്ടാക്കാൻ സാൻമേയസ് റിയാക്ഷനോ ഗട്ടർമാൻ റിയാക്ഷൻ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ ആ മാർക്ക്. അടുത്തത് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ച് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി, എനി അതർ ആൽഡിഹൈഡ് സെക്കൻഡറി, കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി. പിന്നെ ഇത് ഹൈഡ്രോബോറേഷൻ, ഓക്സിഡേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ, ആൽക്കഹോൾ നമ്മൾ പറയാറുണ്ട്. പ്രൊപ്പീനിലേക്ക് ഡൈബോറൈൻ ആഡ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ആൽക്കൈൽ ബോറോൺ കിട്ടും. അതിന് ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡുമായി ട്രീറ്റ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ദെൻ ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണ്. അതിന് നമ്മൾ എയർ ഓക്സിഡേഷൻ നടത്തിയാൽ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ആയിട്ട് മാറും. ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഫിനോൾ പ്ലസ് അസെറ്റാണ് കിട്ടും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെത്തനോൾ എങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രിപ്പയർ ചെയ്യാം? അത് കാർബൺ മോണോക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അവിടെ സിങ്കിന്റെ ഓക്സൈഡ്, ക്രോമിയത്തിന്റെ ഓക്സൈഡ് കാറ്റലിസ്റ്റ് ആണ്. 573 to 673 ടെമ്പറേച്ചർ ആണ്. 200 to 300 ATM പ്രഷർ ആണ്. സിമ്പിൾ. പിന്നെ ഫിനോള് ആൽക്കഹോളിനേക്കാൾ മോർ അസിഡിക്. നമുക്കറിയാം. അതായത് ഫിനോൾ H+ വിട്ടുകൊടുത്താൽ ഉണ്ടാവുന്ന ഫിനോക്സൈഡ് അയോണ് റെസൊണൻസ് വഴി ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് H+ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആൽക്കഹോളിനേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ലുക്കാസ് ടെസ്റ്റ്. അതറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ നോക്കൂ, നമ്മളിപ്പോ 24ാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഇതുവരെ പറഞ്ഞതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. ഇനി ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ബെൻസീനിലെ കാർബൺ മോണോക്സൈഡ് HCl മിക്സറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് കിട്ടും. പിന്നെ പ്രൊപ്പനോണും പ്രൊപ്പനാളും എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം? ദാറ്റ് മീൻസ് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം? ലുക്കാസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫെല്ലിങ്സ് ടെസ്റ്റ്.
രണ്ടും ചെയ്യാം. സോറി, നമ്മുടെ ടൊളൻസ് ടെസ്റ്റ്, സോറി, ടൊളൻസ് അല്ലെങ്കിൽ ഫെല്ലിങ് അല്ലെങ്കിൽ ബെനഡിക്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഫിനോള്, അതേപോലെ തന്നെ ബെൻസോയിക് ആസിഡ്. ആസിഡിനെയും ഫിനോളിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആസിഡ് എന്ത് ചെയ്യും? ബ്രിസ്ക് എഫർവസൻസ് തരും, ഫിനോൾ തരില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഫിനോള് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളർ തരും, ആസിഡ് അത് തരില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് സയനൈഡ് ആണ്. സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉമായി നമ്മൾ ട്രീറ്റ് ചെയ്ത ഇമൈന് കിട്ടും. ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും. ദാറ്റ് ഈസ് സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. ഇത് ആസിഡ് ആണ്. ക്ലോറിനോ ബ്രോമിനോ ആയിട്ട് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ ആൽഫ ക്ലോറോ ആസിഡ് അല്ലെങ്കിൽ ആൽഫ ബ്രോമോ ആസിഡ് കിട്ടുന്ന HVZ റിയാക്ഷൻ ആണ്. ഇനി ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിലേക്ക് എന്താ പറയുക, സിങ്ക് അമാൽഗം അതേപോലെ കോൺസെൻട്രേറ്റ് HCl ആഡ് ചെയ്താൽ ഹൈഡ്രോ കാർബൺ കിട്ടുന്നതാണ് ക്ലെമൻസൻസ്. ഒക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതില് ഒരു എന്താ പറയാ, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്യൂബ ഡൈവർ ചിത്രം. സ്ക്യൂബ ഡൈവർ എന്ന് ഒരു സ്ഥലത്ത് മാത്രമേ +2 നമ്മൾ കേൾക്കുന്നുള്ളൂ. അത് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷനിലാണ്. അപ്പൊ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. ആപ്ലിക്കേഷൻ നമുക്ക് അനോക്സി അറിയുന്നതാണ്, സോഡ വാട്ടർ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നത് അറിയാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ ഇന്നലെ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതിന്റെ ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് മൊളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? PA0 മൈനസ് PA ഡിവൈഡഡ് ബൈ PA0 is equal to mole fraction of solute ആണ്. ദാറ്റ് മീൻസ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മോളാർ മാസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഐഡന്റിഫൈ ജിയോമെട്രിക്കൽ ഐസോമറിസം ഇവിടെ തന്നിട്ടുണ്ട്. സിസും ട്രാൻസും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോറി, അവിടെ 3-3 കോമ്പിനേഷനാ. അപ്പൊ ഫേസ്മർ ഐസോമർ. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹിഡലും ഒക്ടാഹിഡലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടെട്രാഹിഡലിൽ T2 മുകളിലും ഈ താഴെയുമാണ് വരിക എന്നറിയാം. ഇത് ആൽക്കഹോളിലേക്ക് PCl3 ആണെങ്കിലും PCl5 ആണെങ്കിലും SOCl2 ആണെങ്കിലും HX വിത്ത് കാറ്റലിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരേ പ്രൊഡക്റ്റ് ആണ്. അത് ക്ലോറോ ഇത്തൈൻ ആണ്. ദാറ്റ് മീൻസ് ഹാലോ ആൽക്കെയിൻ ആണ്. ഇത് ബ്രോമോ ഈ മീത്തൈനെ സിൽവർ ഫ്ലൂറൈഡുമായി ട്രീറ്റ് ചെയ്ത് ഫ്ലൂറോ മീത്തൈൻ ഉണ്ടാകുന്നത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. ഫിംഗൽസ്റ്റീനും സ്വാർട്സും റിപ്പീറ്റഡ് ആണ് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാ. എന്താ ഒന്ന് റെസൊണൻസ് ഉള്ളത്, sp2 ഹൈബ്രിഡൈസേഷന്റെ പ്രശ്നം, റിപ്പൾഷൻ, അതേപോലെ ഫിനൈൽ കാർബോക്കേറ്റയോൺ അൺസ്റ്റേബിൾ ആയ പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് ഇനി നെയിം ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ഫിനോൾ ഈസ് ഹീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്. അത് റിഡക്ഷൻ അറിയാലോ. അതായത് ഫിനോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നോടാ, ഫിനോളിനെ നമ്മൾ സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് വന്ന് ഓക്സിജനെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ എന്താ കിട്ടുക നമുക്ക്? ബെൻസീൻ പ്ലസ് സിങ്ക് ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി റിമർ-ടീമാൻ റിയാക്ഷൻ റിപ്പീറ്റഡ് ആണ്. വില്യംസൺ ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? യെസ്. പിന്നെന്താണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എനെ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ബെൻസാൽഡിഹൈഡ് കിട്ടി. ഐഡന്റിഫൈ എ എന്ന് പറഞ്ഞാൽ ടൊളുവിനാണ്. ടൊളുവിന്റെ ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ ബെൻസാൽഡിഹൈഡ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ഇറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുക. എന്താ റിയാക്ഷന്റെ പേര്? ഇറ്റാഡ് റിയാക്ഷൻ. പിന്നെ ഒരു ആൽഡിഹൈഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റ് NaOH ഫോം ഡിഫറെന്റ് പ്രോഡക്ട്സ്. അതായത് ഇത്രയേ ഉള്ളൂ. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അൽഡോൾ കണ്ടൻസേഷൻ ആണ്. അതേസമയം ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്താൽ അത് കാനിസാറോയാണ്. കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചത് കാനിസാറോയാണ്. അതിന്റെ 2 പ്രൊഡക്റ്റ്, ഒന്ന് ആസിഡും ഒന്ന് പ്രൈമറി ആൽക്കഹോളും ആയിരിക്കും. കാരണം ഒരേ സമയം അവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു കാര്യം,
നിങ്ങൾക്ക് അറിയാത്ത 1, 2, 3, 4 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ഒഴിവാക്കിയാലും ഫുൾ മാർക്കിന് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഫിസിക്സ് പോലെയോ മാത്സ് പോലെയോ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കെമിസ്ട്രി. പക്ഷെ നിങ്ങൾ ഇതൊരു നിസാരമായിട്ട് കാണരുത്. ചിലപ്പം അടുത്ത മോഡൽ എക്സാം, പബ്ലിക് എക്സാം ഒക്കെ ടഫ് ആവാം. അപ്പൊ ഒന്നുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ തുടർന്നും ഉണ്ടാവും. സോ നമുക്ക് കാണാം. ബൈ.